2017 നരനായാട്ടിനെ അപലപിച്ച് ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഏക ഫലസ്തീൻ നേതാവ്. പിരിവിലൂടെ ഉണ്ടാക്കിയത് $100 ബില്യൺ സാമ്രാജ്യം. 89-ാം വയസ്സിലും മഹ്മൂദ് അബ്ബാസ് സജീവമാണ്. ഗസയിൽ തീവ്രവാദം, വെസ്റ്റ് ബാങ്കിൽ അഴിമതി, ചെകുത്താനും കടലിനും നടുവിൽ ഫലസ്തീൻ ജനത. അറിയാം ഇൻഡെപ്തിലൂടെ. അവർ നായകളുടെ സന്തതികളാണ്. ഹമാസിനെ കുറിച്ച് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് സാക്ഷാൽ മെഹ്മൂദ് അബ്ബാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹമാസിനെ ഈ രീതിയിൽ വിമർശിക്കാൻ കഴിയുന്ന ഏക നേതാവാണ് ഈ 89-ാം വയസ്സിലും സജീവമായ ലോകത്തിലെ അപൂർവം നേതാക്കളിൽ ഒരാളായ അബ്ബാസ്. ഹമാസ് ബന്ധികളെ വിട്ടുകൊടുത്ത് ഫലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ന്യൂയോർക്കിൽ കൂടിയ ദുരാഷ്ട്ര പരിഹാര UN ഉച്ചകോടിയിലും അബ്ബാസ് ഇതേ നിലപാട് ആവർത്തിച്ചു. ഒപ്പം ഒക്ടോബർ 7 നരനായാട്ടിനെ അപലപിച്ചു. കേരളത്തിലെ ഗസ അനുകൂലികളായ ഇടതുപക്ഷ നേതാക്കൾ പോലും ഹമാസിന്റെ നരനായാട്ടിനെ വിമർശിക്കാറില്ല എന്നോർക്കണം. അപ്പോഴാണ് അബ്ബാസിന്റെ വിമർശനം. ഹമാസ് നടത്തുന്നത് സ്വാതന്ത്ര്യ സമരമല്ല, ഭീകരവാദം തന്നെയാണ്. എക്സ് ജിഹാദിയായ മഹ്മൂദ് അബ്ബാസിന്റെ അഭിപ്രായമാണിത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ട്യൂനേഷ്യൻ തിയറി വെച്ച് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നാണ് അബ്ബാസ് വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സം ഹമാസ് ആണെന്നാണ് അബ്ബാസ് പറയുന്നത്. അടിയന്തര വെടിനിർത്തൽ, ഇരുവശത്തുമുള്ള എല്ലാ തടവുകാരെയും മോചിപ്പിക്കൽ, അന്താരാഷ്ട്ര പിന്തുണയോടെ ഫലസ്തീൻ അതോറിറ്റിക്ക് ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഇസ്രായേലിന്റെ പൂർണ്ണമായ പിൻവാങ്ങൽ എന്നിവയും അബ്ബാസ് ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ അതിനിശ്ചിതമായി വിമർശിക്കുമ്പോഴും അബ്ബാസ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച ഏക ഫലസ്തീൻ നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ദാരുണമായ സംഭവത്തിന്റെ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടതെന്നും ഇന്ത്യക്കും അവിടുത്തെ ജനങ്ങൾക്കും അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത കത്തിൽ അബ്ബാസ് പറഞ്ഞിരുന്നു. ഇത്തരം നടപടികളുടെയൊക്കെ ഭാഗമായി അബ്ബാസിന്റെ പുറം ലോകത്ത് ഒരു ഇമേജ് ഉണ്ട് എന്നത് സത്യമാണ്. ഗസ ഹമാസ് ഭരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്ക് ഫലസ്തീൻ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ മെഹ്മൂദ് അബ്ബാസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ ഗസയേക്കാൾ എത്രയോ ഭേദമാണെങ്കിലും വെസ്റ്റ് ബാങ്കിലും കാര്യങ്ങൾ ഭദ്രമല്ല. തീവ്രവാദമാണ് ഹമാസിന്റെ പ്രശ്നമെങ്കിൽ അഴിമതിയാണ് വെസ്റ്റ് ബാങ്കിലെ പ്രശ്നം. ലോകമെമ്പാടു നിന്നും ഗസയ്ക്ക് കിട്ടുന്ന ഫണ്ട് അടിച്ചുമാറ്റി കോടീശ്വരന്മാരായ ഹമാസ് നേതാക്കളെ മറ്റൊരു പതിപ്പ് തന്നെയാണ് അബ്ബാസും. വെസ്റ്റ് ബാങ്കിലെ റോഡ് പണിയിൽ നിന്ന് വരെ അഴിമതി നടത്തി $100 ബില്യൺ ആസ്തിയുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് അബ്ബാസും മക്കളും പടുത്തുയർത്തിയിരിക്കുന്നത്. നവംബർ 15 ഫലസ്തീനിലെ ഗലീലി മേഖലയിലെ സഫേദിലാണ് മഹ്മൂദ് അബ്ബാസ് ജനിക്കുന്നത്. 1948 യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം സിറിയയിലേക്ക് പലായനം ചെയ്തു. ഡമാസ്കസ് സർവകലാശാലയിൽ നിന്നാണ് അബ്ബാസ് നിയമത്തിൽ ബിരുദം നേടിയത്. പിന്നീട് അബ്ബാസ് മോസ്കോയിലെ പാട്രിസ് ലുമുംബ സർവകലാശാലയിൽ തുടർ പഠനത്തിന് ചേർന്നു. അവിടെ അദ്ദേഹം കാൻഡിഡേറ്റ് ഓഫ് സയൻസ് ബിരുദം നേടി. അദ്ദേഹത്തിന്റെ ഡോക്ടറൽ പ്രബന്ധം ദി അതർ സൈഡ്, ദ സീക്രട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാസിസം സിയോണിസം എന്നതായിരുന്നു. അതായത് സിയോണിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചും ഒക്കെ നല്ല പ്രത്യയശാസ്ത്ര ധാരണകളുള്ളയാളാണ് അദ്ദേഹം. ഈ സോവിയറ്റ് ബന്ധം അബ്ബാസിനെ വിവാദ നായകനാക്കിയിട്ടുണ്ട്. ഇക്കാലത്ത് അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ചാരനായിരുന്നു എന്നും പറഞ്ഞു. മിട്രോഗിൻ ആർക്കൈവിൽ നിന്നും കണ്ടെത്തിയ ഒരു രേഖ പ്രകാരം 1985 ഡമാസ്കസിൽ അബ്ബാസ് KGB-യിൽ ജോലി ചെയ്തിരിക്കാമെന്നും പറയുന്നു. ആ സമയത്ത് PLO മോസ്കോയുമായി സഹകരിച്ചു വന്നു. ഫലസ്തീൻ സോവിയറ്റ് സൗഹൃദ ഫൗണ്ടേഷനിൽ അബ്ബാസ് അവരുടെ ലൈസൺമാൻ ആയിരുന്നുവെന്നും രേഖകൾ പറയുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളോട് അബ്ബാസ് മൗനം പാലിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പുടിൻ അടക്കമുള്ള റഷ്യൻ നേതാക്കളുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമാണെന്നതാണ് വസ്തുത. പുടിനും എക്സ് KGB ആണെന്ന് ഓർക്കണം. 1980കളുടെ മധ്യത്തിൽ അബ്ബാസ് ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങി. യാസർ അറഫത്തിനോടുള്ള ആരാധനയായിരുന്നു അദ്ദേഹത്തെ PLO-യിൽ എത്തിച്ചത്. ഖത്തറിൽ നിന്നും പ്രവർത്തിക്കുന്ന ഫലസ്തീൻ നേതാക്കളുടെ കൂടെയാണ് അദ്ദേഹം ചേർന്നത്. ഖത്തർ എമിറേറ്റിലെ സിവിൽ സർവീസിൽ പേഴ്സണൽ ഡയറക്ടറായിരുന്നു അബ്ബാസ്. 1950കളുടെ അവസാനത്തിൽ യാസർ അറഫത്തും മറ്റ് 5 ഫലസ്തീനികളും ചേർന്ന് കുവൈറ്റിൽ വെച്ച് ഫത്താ പാർട്ടി രൂപീകരിച്ചു. ആ സമയത്ത് ഒപ്പം കൂടിയതാണ് അബ്ബാസ്. പിന്നെ അദ്ദേഹം ക്രമേണ പാർട്ടിയിലെ രണ്ടാമനായി വളർന്നു. അറഫാത്ത് തീവ്രവാദ രാഷ്ട്രീയം കൊണ്ടു നടന്ന കാലത്ത് മഹ്മൂദ് അബ്ബാസും തനി ജിഹാദിയായിരുന്നു. ഇന്ന് ഹമാസിനെ പോലെ പ്രവർത്തിച്ചിരുന്ന അന്നത്തെ PLO-യുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം അബ്ബാസും ഉണ്ടായി. 1972 മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് ഫണ്ട് സംഘടിപ്പിച്ചതുപോലും ഇന്ന് സമാധാനത്തെക്കുറിച്ച് പറയുന്ന നേതാവാണെന്ന ആക്ഷേപമുണ്ട്. 1977 അറേബ്യയിലെ ജൂതന്മാർ അവരുടെ ജന്മദേശങ്ങളിലേക്ക് തിരിച്ചയക്കാൻ അബ്ബാസ് ആഹ്വാനം ചെയ്തു. പക്ഷേ അപ്പോഴും മിതവാദികളായ ഇസ്രായേലികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. PLO-യുടെ വിദേശത്തെ അംബാസഡർ കൂടിയായിരുന്നു അദ്ദേഹം. ഗൾഫ് യുദ്ധത്തിന് ശേഷം സൗദി അറേബ്യ സന്ദർശിച്ച ആദ്യത്തെ PLO ഉദ്യോഗസ്ഥനായിരുന്നു അബ്ബാസ്.
പിന്നീട് അറഫാത്ത് സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നതോടെ അബ്ബാസും ജിഹാദിസും ഉപേക്ഷിച്ചു. ഓസ്ലോ കരാറിൽ അറഫാത്തിനൊപ്പം ഒപ്പിട്ടവരിൽ ഇദ്ദേഹവുമുണ്ട്. അറഫാത്തിന്റെ മരണത്തിന് ശേഷം ഫത്താഹ് പാർട്ടിയുടെ നേതൃത്വം അബ്ബാസിലേക്ക് വന്നു. തീവ്രവാദവും ജിഹാദിസവും മാറ്റിവെച്ച അദ്ദേഹം അടക്കമുള്ളവർ അറഫാത്തിനെ പോലെ ഒലിവിലകൾ കയ്യിലെടുത്തു. പക്ഷേ PLO ആയുധം താഴെ വെച്ചപ്പോൾ അവിടെ അതിലും ശക്തമായ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഉയർത്തെഴുന്നേറ്റു. 2005 ശേഷം ഹമാസും ഫത്താഹ് പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഫലസ്തീനെ സംഘർഷഭരിതമാക്കി. ആയിരങ്ങളാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. എന്നാലും നമ്മുടെ നാട്ടിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ മാത്രമാണ് വാർത്തയാവുക. തുടർന്നാണ് ഗസയിൽ ഹമാസും വെസ്റ്റ് ബാങ്കിൽ ഫത്താഹ് പാർട്ടിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഗസയിൽ ഹമാസ് ജയിക്കാനുള്ള ഒരു കാരണം തന്നെ അബ്ബാസും കൂട്ടരും നടത്തിയ കൊടിയ അഴിമതിയാണെന്നതാണ് വേറെ കാര്യം. ആമിന അബ്ബാസിനെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ട്. മൂത്ത മകനായ മാസൻ അബ്ബാസ് ദോഹയിൽ ഒരു കെട്ടിട നിർമ്മാണ കമ്പനി നടത്തി വരുന്നു. 2002 42 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതാണ് അബ്ബാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. രണ്ടാമത്തെ മകൻ യാസിർ അബ്ബാസ് ആണ്. മുൻ PLO നേതാവ് യാസിർ അറാഫത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇളയ മകൻ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവായി ആണ്, താരിഖ് എന്നാണ് പേര്. ഇവരും അബ്ബാസിന്റെ 8 കൊച്ചുമക്കളും ഇന്ന് വലിയ ബിസിനസ് ടൈക്കൂണുകളാണ്. അറഫാത്തിന്റെ മരണശേഷം സ്വത്തുക്കളിൽ വലിയൊരു ഭാഗം മഹമ്മൂദ് അബ്ബാസിന് കൈവന്നുവെന്നും ആരോപണമുണ്ട്. ഏറ്റവും വിചിത്രം, യാസിർ അറഫത്ത് അടക്കമുള്ളവർ ഈ അഴിമതിയിൽ നിന്നും മുക്തരല്ല എന്നതാണ്. 2003 യാസിർ അറഫത്ത് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പാക്കാൻ പൊതു ഫണ്ടിൽ നിന്നും ഏകദേശം $1 ബില്യൺ വകമാറ്റിയെന്ന് CBS ന്യൂസ് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. അറഫാത്തിന്റെ മക്കൾ ഫലസ്തീൻ സമരത്തിലൊന്നും പങ്കെടുക്കാതെ UK അടിപൊളി ജീവിതം നയിക്കുകയാണ്. തുടർന്ന് അധികാരത്തിലെത്തിയ മഹമ്മൂദ് അബ്ബാസും കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന ലൈനാണ് സ്വീകരിച്ചത്. യാസിർ അറഫത്തിന്റെ ഏറ്റവും വിശ്വസ്ത സഹായികളിൽ ഒരാളായ മുഹമ്മദ് റാഷിദാണ് അബ്ബാസിനെതിരെ ഏറ്റവും വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഫലസ്തീൻ അതോറിറ്റിയിലെ അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തി $100 ദശലക്ഷം അബ്ബാസ് തട്ടിയെടുത്തതായി റാഷിദ് പറയുന്നു. വർഷങ്ങളോളം റാഷിദ് അറഫാത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. US, യൂറോപ്യൻ യൂണിയൻ, അറബ് ദാതാക്കൾ എന്നിവരിൽ നിന്നും ഫലസ്തീൻ അതോറിറ്റിക്കും PLOയ്ക്കും വേണ്ടി ചൊരിഞ്ഞ കോടിക്കണക്കിന് $. കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ പണം അബ്ബാസും ദുരുപയോഗം ചെയ്തു എന്നാണ് ആരോപണം. റാഷിദിന്റെ അഭിപ്രായത്തിൽ അബ്ബാസിന്റെ ആസ്തി $100 മില്യൺ ആണ്. ഹമാസ് നേതാക്കളെ പോലെ ഗസയിലേക്ക് വരുന്ന ഫണ്ട് അടിച്ചുമാറ്റി കോടീശ്വരനായി എന്ന ആരോപണം മഹമ്മൂദ് അബ്ബാസും നേരിടുന്നുണ്ട്. ഫലസ്തീനികൾക്ക് വരുന്ന ഫണ്ട് ഹമാസ് അടിച്ചു മാറ്റുന്നതിനെ പറ്റി വലിയ രീതിയിൽ വിമർശിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലരും ഫലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന ഫത്തേഹ് പാർട്ടി അതേ പണി തന്നെയാണ് എടുക്കുന്നതെന്ന് മറന്നുപോകുന്നു. ഗസയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെങ്കിലും വെസ്റ്റ് ബാങ്കിലും പല മേഖലകളിലും ദാരിദ്ര്യമാണ്. ഫലസ്തീൻ അതോറിറ്റിയുടെ തലവനായ മഹമ്മൂദ് അബ്ബാസിന്റെ ശ്രദ്ധ ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കുന്നതിലല്ല, അദ്ദേഹം സ്വന്തം ബിസിനസ് വളർത്തുന്നതിലാണ് ബദ്ധശ്രദ്ധനായിരിക്കുന്നതെന്നാണ് വിമർശകർ പറയുന്നത്. ഏകദേശം $100 ബില്യൺ എങ്കിലും ആസ്തിയുള്ള വലിയൊരു വ്യവസായ ഗ്രൂപ്പിന്റെ ഉടമയാണ് മഹമ്മൂദ് അബ്ബാസ് എന്നത് അധികം ആർക്കും അറിയാത്ത സംഗതിയാണ്. അറിയുന്നവരാവട്ടെ ഈ വിവരം മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. മഹമ്മൂദ് അബ്ബാസും 2 മക്കളും ചേർന്നാണ് ഫാൽക്കൺ കമ്പനീസ് എന്ന ബിസിനസ് എംപയർ നടത്തുന്നത്. ഫാൽക്കൺ ടൊബാക്കോ ആൻഡ് സിഗ കമ്പനി, ഫാൽക്കൺ ഇലക്ട്രിസിറ്റി ആൻഡ് മെക്കാനിക്കൽ കമ്പനി, കോൺട്രാക്ട് കമ്പനി, ഫാൽക്കൺ ഇന്റർനാഷണൽ മീഡിയ കമ്പനി, ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, അൽമാഷ് ഇൻഷുറൻസ് കമ്പനി എന്നിങ്ങനെ ഈ ബിസിനസ് സാമ്രാജ്യം പറന്നു കിടക്കുകയാണെന്നാണ് ജെറുസലേം പോസ്റ്റ് പത്രം കണക്കുകൾ വെച്ച് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഫാൽക്കൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് മാത്രം വരുമത്രേ $60 ബില്യൺ ആസ്തി. 1 ബില്യൺ എന്നത് 100 കോടിയാണെന്ന് മറക്കരുത്. അതുപോലെ 11 ബ്രാഞ്ചുകളുള്ള അൽമാഷ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്തി 35 ബില്യൺ ആണ്. കാനഡയിലും ഇവർക്ക് ബിസിനസ്സുകളുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഫത്തേഹ് പാർട്ടിയുടെ മഹമ്മൂദ് തഹ്ലാനും വലിയ മുതലാളിയാണ്. $120 മില്യൺ ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. റിയൽ എസ്റ്റേറ്റ് തൊട്ട് കൺസ്ട്രക്ഷൻ കമ്പനികൾ വരെയുണ്ട്. ഈയിടെ അദ്ദേഹം $1 മില്യണിന്റെ ടവർ വാങ്ങിയത് വാർത്തയായിരുന്നു. അതേപോലെ ഫത്തേഹ് പാർട്ടിയിൽ തന്നെ 1 ഡസനോളം നേതാക്കൾ ഇതുപോലെ കോടീശ്വരന്മാരാണ്. രാഷ്ട്രീയക്കാരായാലും അവർ കമ്പനികൾ നടത്തിയും ബിസിനസ്സുകൾ ചെയ്തും സമ്പന്നരാവുന്നതിൽ ആരും എതിരല്ല. പക്ഷെ ഇവിടെ ഫലസ്തീനികളുടെ ചോര കുഴിച്ചാണ് സമ്പന്നരാകുന്നത്. ആരും പരമ്പരാഗത പണക്കാരായിരുന്നില്ല. നിർഗതിയും പരഗതിയും ഇല്ലാത്ത രാജ്യത്ത് ജനിച്ച അവർക്ക് കാര്യമായ ബിസിനസ് സാധ്യതകളുമില്ല. പിന്നെ എന്തായിരുന്നു അവരുടെ മൂലധനം എന്നത് വ്യക്തമാണ്. കേരളത്തിൽ നിന്നടക്കം ലോകമെമ്പാടും നിന്നും ഫലസ്തീനു വേണ്ടി പിരിയുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗം നേതാക്കളിലേക്ക് പോകുന്നു എന്നതാണ് സത്യം. അവർക്ക് ബിസിനസ് തുടങ്ങാനുള്ള മൂലധനം ഇത് മാത്രമാണ്. അഴിമതിയുടെ അയ്യരുകളിയാണ് മഹമ്മൂദ് അബ്ബാസിന്റെ ഭരണത്തിൽ. 2006 ജനുവരിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗസയിൽ ഹമാസിന്റെ വിജയത്തിന് കാരണമായ ഒരു ഘടകമായി
കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് എന്ന പഠന സംഘം പറഞ്ഞത് ഫത്താ പാർട്ടിയുടെ അഴിമതിയായിരുന്നു. മന്ത്രാലയ ബജറ്റുകളുടെ ഫണ്ട് വകമാറ്റുക, വിതരണക്കാരിൽ നിന്നും കരാറുകാരിൽ നിന്നും ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും സ്വീകരിക്കുക എന്നീ പരിപാടികളും ഫത്താ നേതാക്കൾക്കിടയിൽ വ്യാപകമാണ്. 2012 ജൂലൈ 10 US കോൺഗ്രസിലും ഫലസ്തീനിലെ അഴിമതി ചർച്ചയായിരുന്നു. അബ്ബാസിന്റെ സ്വന്തം മക്കളായ യാസറിന്റെയും തരേഖിന്റെയും സമ്പത്ത് 2009 മുതൽ ഫലസ്തീൻ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ബാസിന്റെ മക്കളെ നിരവധി ബിസിനസ് ഇടപാടുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലേഖന പരമ്പര റോയിട്ടേഴ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. USAID അടക്കമുള്ള ധനസഹായം വഴിതിരിച്ചുവിട്ടും പ്രദേശങ്ങളിൽ അമേരിക്കൻ നിർമ്മിത സിഗരറ്റുകളുടെ വിൽപ്പന കുത്തകയാക്കിയും അബ്ബാസിന്റെ മക്കൾ കോടികൾ സമ്പാദിക്കുന്നുവെന്ന് റോയിട്ടേഴ്സ് ആരോപിക്കുന്നുണ്ട്. ഫലസ്തീൻ അതോറിറ്റിയുടെ പേരിൽ റോഡ്, സ്കൂൾ നിർമ്മാണം പോലെയുള്ള പൊതുമരാമത്ത് പദ്ധതികൾ, ചില്ലറ വ്യാപാര സംരംഭങ്ങൾക്കുള്ള പ്രത്യേക മുൻഗണനകൾ എന്നിവയെല്ലാം അബ്ബാസിന്റെ മക്കൾക്കാണ് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിനെ ഊറ്റിയാണ് ഇവർ സമ്പന്നരായതെന്ന് വ്യക്തം. 2016 പനാമ പേപ്പേഴ്സ് ഡാറ്റ ചോർച്ചയുടെ ഭാഗമായി അബ്ബാസിന്റെ മകൻ താരിഖ് അബ്ബാസ് ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഓഫ് ഷോർ കമ്പനിയുടെ $1 മില്യൺ ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് വെളിപ്പെട്ടിരുന്നു. 2021 ജൂണിൽ അഴിമതി വിരുദ്ധ പ്രവർത്തകനായ നിസാർ ബെനാത്ത സർക്കാർ കസ്റ്റഡിയിൽ മറിച്ചതിനെ തുടർന്ന് സെൻട്രൽ റാമലയിൽ അബ്ബാസ് ഭരണകൂടത്തിന്റെ അഴിമതിക്കും ക്രൂരതയ്ക്കുമെതിരെ 100 കണക്കിന് ഫലസ്തീനികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ഫലസ്തീൻ അതോറിറ്റിക്കുള്ളിൽ അബ്ബാസിന്റെ ഭരണത്തോട് വ്യാപകമായ അവജ്ഞയുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ വെസ്റ്റ് ബാങ്കുകാർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തന്നെ കരുതുക. അപ്പോഴുണ്ടാവുന്ന പഴയതുപോലെ ഹമാസും ഫത്തയും തമ്മിലുള്ള ക്രൂരമായ ആഭ്യന്തര യുദ്ധമായിരിക്കും. ഇനി ഹമാസിനെ നിരായുധീകരിച്ച് മഹമ്മൂദ് അബ്ബാസിന്റെ കയ്യിലേക്ക് അധികാരം കൊടുക്കുകയാണെന്ന് വെക്കുക. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഏകാധിപത്യ ഭരണകൂടമാകും അപ്പോഴും ഉണ്ടാവുക. എന്തായാലും അതിദയനീയമാണ് ഫലസ്തീനികളുടെ കാര്യം. ഒരു ഭാഗത്ത് തീവ്രവാദം വിതയ്ക്കുന്ന ഹമാസ്, മറുഭാഗത്ത് കൊടി അഴിമതിക്കാരായ അബ്ബാസും കൂട്ടരും. ഇതിനിടയിൽ ഇസ്രായേലിന്റെ കണ്ണും മൂക്കുമില്ലാത്ത ആക്രമണങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട ജനത എന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? കേരളത്തിൽ വലിയ രീതിയിൽ ഇസ്ലാമോ ലെഫ്റ്റ് വാചകം അടിക്കുന്നത് പോലെയല്ല. ഫലസ്തീനിലെ വിഷയത്തിൽ പണം ഒരു നിർണായക ഘടകമാണെന്ന് കാണാം. തീവ്രവാദികളും മിതവാദികളും ഒരുപോലെ കോടികൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ടും നാം പറയുന്ന ഗസയിൽ പട്ടിണിയാണെന്നാണ്. ഇതിന്റെ കുറ്റവും ഇസ്രായേലിന്, അല്ലാതെ അവിടെ ഭരിക്കുന്നവരെ നമ്മൾ കുറ്റം പറയാറില്ല.